പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞിട്ട് 2 ആഴ്ച പിന്നിടുന്നു. ഭീകരരെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജമ്മു കാശ്മീർ പോലീസ്. ഭീകരർക്ക് പ്രാദേശിക സഹായം കിട്ടുന്നുണ്ടെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഈ സാഹചര്യത്തിൽ ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ പോലീസ് കടുത്ത നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. 2800 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 90 പേർക്കെതിരെ PSA നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പോലീസ് തിരച്ചിൽ നടത്തുകയാണെന്ന് കശ്മീർ IG VK ബിർദി പറഞ്ഞു. പ്രത്യേക ശ്രദ്ധ വേണ്ട മേഖലകളിൽ പോലീസ് സുരക്ഷാ വിന്യാസം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുമായി സഹകരിച്ചാണ് അന്വേഷണം തുടരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. ഭീകരർക്കായി അനന്തനാഗ് മേഖലയിലാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അതിർത്തിയിൽ സുരക്ഷാ വിന്യാസവും ശക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. നിയന്ത്രണ രേഖയിലും സുരക്ഷ ശക്തമാക്കി. സേന മോക്ക് ഡ്രില്ലും നടത്തി. പഞ്ചാബിലെ ഫറോസ്പുരിയിലാണ് കരസേന ലൈറ്റെല്ലാം അണച്ച് ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തിയത്. അതിനിടെ കുൽഗ്രാം ജില്ലയിൽ ഭീകരർക്ക് ഭക്ഷണവും അഭയവും നൽകിയിരുന്ന യുവാവ് സുരക്ഷാ സേനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ നദിയിലേക്ക് ചാടി മുങ്ങി മരിച്ചു. ഇംതിയാസ് അഹമ്മദ് മഗ്രയാണ് മരിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചോടിയ ഇയാൾ പാറക്കെട്ടിന് മുകളിൽ നിന്ന് നദിയിലേക്ക് ചാടുകയായിരുന്നു. ശനിയാഴ്ചയാണ് മഗ്രയെ പോലീസ് പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ കുൽഗ്രാമിലെ ടാങ് മാർഗിലെ വനത്തിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്ക് ഭക്ഷണവും മറ്റു സാധനങ്ങളും നൽകിയതായി ഇയാൾ സമ്മതിച്ചു. ഭീകരരുടെ ഒളിത്താവളം കാണിച്ചു തരാമെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ഒളിത്താവളത്തിലേക്ക് പോകുന്നതിനിടെ ഇയാൾ പോലീസിനെയും സൈന്യത്തെയും വെട്ടിച്ചു ഓടുകയായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ വെഷാവ് നദിയിലേക്ക് ഇംതിയാസ് ചാടി. നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ശക്തമായ അടിയൊഴുക്കിൽപ്പെട്ട് ഇയാൾ മുങ്ങിത്താഴുകയായിരുന്നു. അതിനിടെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവർത്തിച്ചു. ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉചിതമായ മറുപടി നൽകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, ദൃഢനിശ്ചയം, വെല്ലുവിളി ഏറ്റെടുക്കൽ എന്നിവയെല്ലാം ജനങ്ങൾക്കറിയാം. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ചെനാബ് നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് ഇന്ത്യ കുറച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദിയിലെയും പോഷക നദികളിലെയും ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. പിന്നാലെയാണ് ജമ്മു റംബാനിലെ ബംഗ്ലിഹർ ഡാമിൻ്റെ ഷട്ടറുകൾ താഴ്ത്തിയത്. ഝലം നദിയിലെ കിഷൻ ഗംഗ ഡാമിൻ്റെ ഷട്ടറുകളും വൈകാതെ താഴ്ത്തുമെന്നാണ് വിവരം. കരാർ അനുസരിച്ച് സിന്ധു, ഝലം, ചെനാബ് നദികൾ പാകിസ്ഥാനും ബിയാസ്, റാവി, സജ്ലത്ത് നദികൾ ഇന്ത്യക്കുമാണ്. ജലവൈദ്യുത പദ്ധതിക്ക് ഉപയോഗിക്കുന്ന 2 ഡാമുകളിലെ ഷട്ടറുകൾ താഴ്ത്തി നീരൊഴുക്ക് കുറയ്ക്കുന്നത് പാക് പഞ്ചാബിലെ കാർഷിക മേഖലയെ കാര്യമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുകയാണ്. ഞായറാഴ്ച 8 ഇടത്താണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. 10 ദിവസത്തിനിടയിലെ ഏറ്റവും വലിയ പ്രകോപനമാണിത്. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു.